ഹലോ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫോണിലേക്ക് വരുന്ന വീഡിയോകളും മെസ്സേജുകളും എല്ലാം തന്നെ വർക്ക് ആൻഡ് ഹോളിഡേ സബ് ക്ലാസ് 462 വിസയെ പറ്റിയാണ്, അല്ലെങ്കിൽ ലോട്ടറി വിസ എന്ന് പറയുന്ന വിസയെ പറ്റിയാണ്. അങ്ങനെ ഒരു വിസയുണ്ടോ, അത് ഫേക്കാണോ എന്നുള്ളതൊക്കെയാണ് ചോദ്യങ്ങൾ. തീർച്ചയായും അങ്ങനെ ഒരു വിസയുണ്ട്. അങ്ങനെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഒരു പയ്യൻ്റെ വിസയുടെ കോപ്പിയാണ്. ഇത് ഒരു വർഷത്തേക്ക് വരുന്ന ഒരു വിസയാണ്. ഈ ഒരു വർഷത്തേക്ക് വന്നതിന് ശേഷം ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഒരുപാട് ലിമിറ്റേഷൻസോട് കൂടിയാണ് ഈ വിസ വരുന്നത്. എങ്കിൽ കൂടിയും വളരെ ചിലവ് കുറച്ച് ഓസ്ട്രേലിയയിലേക്ക് വരാനുള്ള ഒരു നല്ലൊരു വിസ ഓപ്ഷനാണിത്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒരു ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയൻ സർക്കാർ സ്ഥാപിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തൊരു വിസ സ്കീമാണ് ഇത്. ഇതൊരു നമ്മൾ എല്ലാവരും കേട്ടതുപോലെ തന്നെ ഇതൊരു ലോട്ടറി സ്കീമിൽ വരുന്നൊരു ബാലൻസ് സിസ്റ്റത്തിൽ വരുന്ന വിസയാണ്. ഞാൻ ഇന്നിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ന് ജൂൺ 4-നാണ് ഇതിൻ്റെ ബാലൻസ് സിസ്റ്റം ഓപ്പൺ ആയിട്ടുള്ളത്. ഇതിനകത്തേക്കുള്ള രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് രാത്രി തൊട്ട്, ഇവിടുത്തെ സമയം ഓസ്ട്രേലിയൻ സമയം ഇന്ന് രാത്രി തൊട്ട് 25 ജൂൺ വരെ, അതായത് 3 ആഴ്ചത്തേക്ക് ഇവരിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ 3 ആഴ്ച കൊണ്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് കൊടുത്ത് ഈ ബാലൻസ് സിസ്റ്റത്തിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത് രജിസ്റ്റർ ചെയ്തുകൊണ്ടെന്ന് വെച്ചുകൊണ്ട് നമുക്ക് വിസ കിട്ടിയെന്നല്ല അർത്ഥം. അതിന് അവർ കമ്പ്യൂട്ടറാണ് ഇതിൻ്റെ നമ്മുടെ പ്രൊഫൈൽ കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരുടെയും പ്രൊഫൈൽ അവർ ഒരു കമ്പ്യൂട്ടർ തന്നെ ഒരു ലോട്ടറി അടിസ്ഥാനത്തിൽ, ഒരു പ്യൂർലി ലക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അന്നേരമാണ് നമ്മൾ ഭാഗ്യവശാൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടാലാണ് നമുക്ക് പിന്നെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇത് ഈ 25 കഴിഞ്ഞത് അവർ പറയുന്നൊരു 2 ജൂലൈ 2026 തൊട്ട് സെലക്ഷൻ ആരംഭിക്കും. അടുത്ത വർഷം 30 ഏപ്രിൽ 2027 വരെയൊക്കെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതിനകത്തുള്ള ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആയിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പാൻ കാർഡ് ഹോൾഡർ ആയിരിക്കണം. ആധാർ കാർഡ് അവർ സമ്മതിക്കില്ല, പാൻ കാർഡാണ് പറ്റുക. പിന്നെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് തുടങ്ങി 30 വയസ്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു യങ് വർക്ക് ഫോഴ്സിനെയാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത യോഗ്യത എന്ന് പറയുന്നത് ഫങ്ഷണൽ ഇംഗ്ലീഷാണ്. ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് IELTS ആണെങ്കിൽ 4.5 വെച്ച് എന്നുള്ളതാണ് അവർ കണക്കാക്കുന്നത്. അങ്ങനെ പല ടെസ്റ്റുകളുണ്ട്, അതെല്ലാം വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി അത് പറ്റാത്തവരാണെങ്കിൽ ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ഡിപ്ലോമയോ ഒക്കെ ഇംഗ്ലീഷ് പഠിച്ചതാണെങ്കിൽ അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഒരു മാനദണ്ഡമായിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് +2 ശേഷം 2 വർഷത്തെ ഡിപ്ലോമയോ അഡ്വാൻസ് ഡിപ്ലോമയോ ഡിഗ്രിയോ പഠിച്ച ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് നോൺ റീഫണ്ടബിൾ ആണ്. ഈ ബാലറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള നോൺ റീഫണ്ടബിൾ പൈസ എന്ന് പറയുന്നത് 25 ഓസ്ട്രേലിയൻ ഡോളറാണ്. അത് ഇപ്പോഴത്തെ കണക്ക് വേറെ ഒരു 1700 വരും. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് നമുക്കൊരു നല്ലൊരു ഷർട്ട് മേടിക്കുന്ന ഒരു പൈസയ്ക്ക് നമ്മുടെ ഒരു ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. ആ പൈസയ്ക്ക് കിട്ടി വന്നവരുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുവാണെങ്കിൽ ഓസ്ട്രേലിയക്ക് വരാനുള്ള ഒരു സുവർണാവസരം തന്നെയാണ്. പിന്നെ നമ്മുടെ ഫണ്ട്, നമ്മുടെ അക്കൗണ്ടിലൊരു 5000 ഓസ്ട്രേലിയൻ ഡോളർ, അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു $3,40,000 രൂപയോളം നമുക്ക് വേണ്ടി വരും. 3,03,000 അത്രയും നമ്മുടെ അക്കൗണ്ടിൽ വേണം. പിന്നെ നമ്മുടെ ക്യാരക്ടർ റിക്വയർമെൻറ്റ്, പോലീസ് ക്ലിയറൻസ്, അതൊക്കെ നമുക്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അത് നമ്മൾ ഇൻവൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളതെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞത് $25 എന്ന് പറയുന്നത് നോൺ റീഫണ്ടബിൾ പൈസയാണ്. നമുക്ക് ആ രജിസ്ട്രേഷൻ അയച്ചേക്കുന്ന പൈസ നമുക്ക് തിരിച്ച് കിട്ടില്ല. പിന്നെ വൺസ് നമ്മുടെ ഭാഗ്യവശാൽ നമുക്ക് ഈ വിസ കിട്ടിയത്, ഞാൻ പറഞ്ഞത് ഒരു വർഷത്തേക്ക് വരുന്ന വിസയാണ്. ഒരു വർഷം ഇതിനകത്ത് ഒരുപാട് കണ്ടീഷനുണ്ട്. നമുക്ക് ഈ വിസ കോപ്പി നിർത്തുമൊക്കെ നമുക്കറിയാം. ഇതിനകത്ത് സ്റ്റഡി ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് 4 മാസത്തിൽ കൂടുതൽ സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. 4 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന കോഴ്സുകളൊക്കെ ഇവിടെ വളരെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ വർക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഒരു എംപ്ലോയറുടെ കൂടെ ഇത്ര നാളെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയുണ്ട്. പിന്നെ ഈ ഒരു വർഷം കഴിഞ്ഞാൽ, ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് 1 വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്കൊരു എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് 1 വർഷം കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവർ തന്നെ കുറേ ഏരിയ കോഡ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. അത് ഓസ്ട്രേലിയയുടെ ചില സ്റ്റേറ്റുകൾ മുഴുവനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില സ്റ്റേറ്റുകളിലെ ചില റീജിയനുകളുണ്ട്. അവിടെ
നമ്മൾ 3 മാസത്തിൽ കൂടുതൽ അവർ പറയുന്ന കുറേ ഒക്കുപ്പേഷൻ ഉണ്ട്. അഗ്രികൾച്ചറുണ്ട്, ഫിഷിങ്, ഹോസ്പിറ്റാലിറ്റി, അങ്ങനത്തെ ജോലികളിലൊക്കെ ജോലി 3 മാസം ചെയ്തവർക്ക് പിന്നെ അവർ 1 വർഷത്തോടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ വിസ ഓപ്ഷൻസ്, സ്റ്റഡി വിസയോ എന്തെങ്കിലും എടുത്തേക്കാം. അപ്പം ഓസ്ട്രേലിയയിലേക്ക് വരാൻ നല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു അത്യാവശ്യം പാട് തന്നെയാണ് ഈ സ്റ്റുഡൻറ്റ് വിസ വരാനും എന്തിന് വരാനായിട്ടും ഇങ്ങോട്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇത് ഫേക്കല്ല, ഇങ്ങനൊരു സംഭവമുണ്ട്. പക്ഷേ ഈ രജിസ്റ്റർ ചെയ്ത് ബാലറ്റിൽ കയറി എന്ന് വെച്ചതുകൊണ്ട്, അപ്ലൈ ചെയ്തെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് വിസ കിട്ടിയെന്നുള്ള അർത്ഥം നമ്മൾ ബാലറ്റിൽ ഈ 25 ജൂണിന് അത് അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ കമ്പ്യൂട്ടർ സെലക്ട് ആക്കിയാൽ മാത്രമേ നമുക്ക്, അതോടൊപ്പം തന്നെ നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്തേക്കുന്ന രേഖകളെല്ലാം നമുക്ക് പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിസ കിട്ടുകയുള്ളൂ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ വെരി ബെസ്റ്റ്.